ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നിരോധം എന്നുള്ള ലക്ഷണത്തോടുകൂടി ദശമസ്കന്ധം നമ്മൾ ആരംഭിച്ചു. കൃഷ്ണകഥകളിലൂടെയുള്ള ഓട്ടം. ലൗകികമായി ജീവിക്കുന്നതായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മനസ്സ് പല വിഷയങ്ങളിലേക്ക് ഓടിപ്പോകുന്നുണ്ട് എങ്കിൽ ആ വിഷയത്തിൽ നിന്നും മനസ്സിനെ പിടിച്ചു നിർത്തുവാനുള്ള ഒരു കഴിവ് കണ്ണന്റെ കഥകൾക്കുണ്ട് എന്ന് പറയാം. ഒരാനയെ ആനപ്പാപ്പാൻ കൊണ്ടുപോകുന്ന സമയത്ത് ശ്രീരാമകൃഷ്ണദേവൻ പറയും, നല്ല പാപ്പാന്മാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഒരു പട്ടയോ അല്ലെങ്കിൽ ഒരു പഴക്കൊലയോ എന്തെങ്കിലും ആ തുമ്പിയിൽ വെച്ചു കൊടുക്കും. അങ്ങനെ പോകുമ്പം യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ അങ്ങ് വരെ പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഓരോ കടകളിൽ കാണുന്ന കൊലയും അതും ഇതും ഒക്കെ വലിച്ചു പറിക്കാനുള്ളൊരു ശ്രമം അവിടെ ആ ആനയ്ക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മനസ്സിനെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കോർത്തില്ലെങ്കിൽ നമ്മളുടെ മനസ്സിങ്ങനെ പരന്ന് 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 പലതിലേക്കുമായിട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ തുമ്പിയിലേക്ക് ഇതാ ഭാഗവതം കൊണ്ടുവച്ചു, അല്ലെ, കണ്ണന്റെ കഥകൾ കൊണ്ടുവച്ചു. ഇതാണ് ഭഗവാന്റെ കഥകളിലുള്ളൊരു മാഹാത്മ്യം. അതാണ് ആ കഥകളിലേക്ക് അങ്ങ് രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മറ്റൊന്നും നമ്മൾ അറിയുന്നില്ല എന്നുള്ളൊരവസ്ഥ. ഇതാണ് നിരോധോ മുക്തിരാശ്രയ. ഈ നിരോധം എന്നുള്ള ആ ഒരു ലക്ഷണത്തിന്റെ താല്പര്യം തന്നെ ഇതാണ്. കണ്ണന്റെ കഥകളിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു കഥയും നമ്മളുടെ ഉള്ളിലേക്ക് എത്തുന്നില്ല. അപ്പൊ എന്തായി, അങ്ങനെ ആവുമ്പോൾ കൂടുതൽ നമ്മളുടെ ഉള്ളിലുള്ള ആ വിഷയത്തോടുള്ള രാഗം അത് വിരാഗമായിക്കൊണ്ട് നമ്മളിൽ നിന്നും ഇല്ലാണ്ടാവുകയും അത് തന്നെയല്ല യഥാർത്ഥമായിട്ടുള്ള ആ ഉള്ളിലുള്ള ശുദ്ധഭാവത്തിലേക്ക് നമുക്ക് ലയിച്ചു ചേരുവാൻ വേണ്ടിയിട്ടും സാധിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാന്റെ ചരിത്രം, അവതാര രംഗങ്ങളൊക്കെ നമ്മൾ ഇന്നലെ അനുസ്മരിച്ചു. അവസാനം പറഞ്ഞു, യശോദ നന്ദപത്നീ ജാതം പരമബുദ്ധ്യത നതല്ലിംഗം പ്രശാന്ത് പരിശ്രാന്ത നിദ്രയാപഗത സ്മൃതി. അമ്പാടിയില് യശോദാദേവി യാതൊന്നും അറിയാതെ ആ ആനന്ദക്കട്ടയോടുകൂടി ചേർന്നിരിക്കുന്നതായിട്ടുള്ള ഒരു അനുഭൂതിയില്, ആ നിത്യ ആനന്ദത്തില്, യോഗനിദ്രയില് ഇതാ ഇപ്പോൾ കടന്ന് ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്നാമത്തെ അധ്യായം അവിടെ പൂർത്തിയായിച്ച് പിന്നീട് വീണ്ടും വേദവ്യാസ മഹർഷി മധുരയിലേക്ക് തിരിച്ചു വരുന്നു. മധുരയിൽ എന്താണ്, ബഹിരന്തപുരദ്വാര സർവാ പൂർവവദാവൃതാഃ തതോ ബാലധ്വനിം ശ്രുത്വാ ഗൃഹപാലാ സമുദ്ധിതാഃ. വസുദേവര് ദേവകിയെ ആ കുട്ടിയെ ദേവകിയുടെ സമീപത്ത് കിടത്തി സ്വസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എന്തായി, ആ മായാഭഗവതിയുടെ ഒരു വൈഭവം കൊണ്ട് കവാടങ്ങൾ മുഴുവൻ ആദ്യത്തെ പോലെ എങ്ങനെയായിരുന്നു പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ എത്തിച്ചേർന്നോടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ യോഗമായ എല്ലാവരെയും ഒന്ന് വിളിച്ചുണർത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് ഗംഭീരമായിട്ട് കുട്ടി കരഞ്ഞു. ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് കാവൽ ഭടന്മാരൊക്കെ ഞെട്ടി ഉണർന്നു ഓടുന്നു. അവര് ഓടിച്ചെന്ന് അതും പ്രതീക്ഷിച്ചുകൊണ്ട് പരിഭ്രാന്തിയോടെ കംസനോട് ചെന്ന വിവരങ്ങളൊക്കെ അറിയിച്ചു. കംസൻ ആകെ അവിടുന്ന് എഴുന്നേറ്റു. എന്നിട്ടോ തേതുപൂർണമുപവ്രജ്യ ദേവക്യാ ഗർഭജന്മതൽ ആജഘുർഭോജരാജായ യദുദ്വിഗ്ന പ്രതീക്ഷതേ. ഇങ്ങനെ തൻ്റെ അന്തകൻ വരും 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 എന്നുള്ളൊരു പ്രതീക്ഷയില് ഇരിക്കുന്നതായിട്ടുള്ള കംസനോട് ചെന്ന് പറഞ്ഞതോടുകൂടി വേഗം പൂർണ്ണമുദ്ധായ കാലോയും ഇത് വിഹ്വല, എൻ്റെ കാലൻ വന്നിരിക്കുന്നു, ജനിച്ചിരിക്കുന്നു എന്നും പറഞ്ഞതുകൊണ്ട്
ആ സൂതികാഗൃഹത്തിലേക്ക് തൂർണം പ്രസ്ഖലൻ മുക്തമൂർധജ. അവിടുന്ന് കാലിടറിക്കൊണ്ട് ആ മുടിയൊക്കെ അഴിഞ്ഞ മുടി കെട്ടാതെ നേരെ ദേവകിയുടെ അടുത്തേക്ക് അങ്ങ് വന്നു. തമാഹ ഭ്രാതരം. ഇത് കണ്ടതോടുകൂടി, കംസന്റെ ആ ഒരു വരവ് കണ്ടതോടുകൂടി ആ അമ്മ അവിടുന്ന് വിചാരിച്ചു, ഇനി ആ ഏട്ടനോട് ഞാൻ എങ്ങനെ ഏട്ടനെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഏട്ടനോടൊന്ന് പറഞ്ഞു നോക്കാം എന്നുള്ള രീതിയിൽ ദേവകി ദേവി അവിടുന്ന് പറഞ്ഞു, അല്ല ഏട്ടാ, ഇത് ഒരിക്കലും അവിടുന്ന് വിളിക്കുന്നുണ്ട്, കല്യാണ തവാഹ ഭ്രാതരം ദേവി കൃപണ കരുണം സതീ. ഏട്ടാ, അതിലൊരു ലേശമെങ്കിലും ഒരു ദയ ഉണ്ടാവണേ. ഹേ, നല്ല ഗുണശീലത്തോടു കൂടിയുള്ള ആളെന്ന് ആലോചിച്ച് നോക്കൂ. ആ അമ്മയുടെ ദുഃഖത്തെ നമുക്ക് മറക്കാൻ പറ്റുമോ? 6 പേരെ, 6 കുട്ടികളെ സ്വന്തം കൺമുമ്പിൽ വെച്ച് പാറയിൽ അടിച്ചതായിട്ടുള്ള ആ കംസനെ അവിടുന്ന് വിളിക്കുകയാണ് കല്യാണ, നല്ല ഗുണശീലമുള്ളവനെ. ഏട്ടനായിട്ടുള്ള കംസ അവിടുന്ന് ഈ കുട്ടിയെ അവിടുന്ന് നിഗ്രഹിക്കരുതേ. അത് തന്നെയല്ല, ഇത് ആരാണ് യഥാർത്ഥ സ്നുഷേയം തവ കല്യാണ സ്ത്രീയം മാഹന്തു മരിഹസി. ശാസ്ത്ര നിഷിദ്ധമായിട്ടുള്ള ആ സ്ത്രീഹത്യ ഒരിക്കലും ഏട്ടന്റെ പേരിൽ ഉണ്ടാവരുത്. കാരണം അത് രാജാവിന്, ഭോജരാജാവ് എന്നുള്ള രീതിയിൽ ഇന്ന് ഏട്ടൻ ഇരിക്കുന്ന സമയത്ത് അത് കളങ്കത്തിന് കാരണമായിട്ട് വരും. പിന്നെയോ അത് തന്നെയല്ല, ഇത് ആരാണ് യഥാർത്ഥത്തിൽ സ്നുഷേയം തവ കല്യാണ. ഏട്ടനൊരു ഉണ്ണി ഉണ്ടായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഉണ്ണി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഉണ്ണിയെ വിവാഹം കഴിക്കുന്ന സ്ഥാനമാണ് ആർക്ക്? ഈ കുട്ടിക്കുള്ളത്. അതുകൊണ്ട് ആ മരുമകളുടെ സ്ഥാനത്തെങ്കിലും കണ്ടുകൊണ്ട് തന്റെ സ്വന്തം മകൾ എന്നുള്ളൊരു അവസ്ഥയാണ് ആ സമയത്ത്. അതുകൊണ്ട് ഒരിക്കലും മകളെ കൊന്നൂന്നോ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കൊന്നൂന്നോ, അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ മകളെ കൊന്നു എന്നുള്ള ഒരു പേരിലൊന്നും ഒരിക്കലും ഏട്ടൻ കളങ്കപ്പെടരുത് ഏട്ടന്റെ ജീവിതം. അപ്പോഴും തന്റെ ജീവിതത്തെ കുറിച്ചല്ല. പിന്നെ പറയുന്നുണ്ട്, ബഹവോ ഹിംസിതാ ഭ്രാത ശിശവ പാവകോപമാഹ ത്വയാ ദൈവ നിസൃഷ്ടേന പുത്രികൈകാ പ്രദീയതാം. ഏട്ടൻ ഇത്രയും ആ ഏട്ടന്റെ മനോവൈകല്യങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏട്ടന്റെ വൈഷമ്യങ്ങളെ, ഏട്ടന്റെ ആ മരണഭയത്തെ മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക്. അതുകൊണ്ടാണ് ഏട്ടൻ അല്ലെ ആ അഗ്നി പോലെ ശോഭിക്കുന്നതായിട്ടുള്ള ആ ശിശുക്കളെയൊക്കെ അവിടുന്ന് കൊല്ലേണ്ടി വന്നില്ലേ? ഇതൊരു ശരിക്കും പെൺകുട്ടിയല്ലേ ഇത്? അതുകൊണ്ട് ഇനി ഇതിനെയെങ്കിലും പുത്രിക പ്രതീയതാം, ഇതിനെയെങ്കിലും ഏട്ടാ എനിക്ക് തിരിച്ചു തരണേ. എനിക്കൊന്ന് വളർത്താൻ ഒരു മോഹം കൊണ്ടാണ്. ഇതൊരിക്കലും ഏട്ടന് ദുഃഖമായിട്ട് വരില്ല. ഇതെന്നും ഏട്ടനെ നന്മയായിട്ടേ വരുള്ളൂ ഈ കുട്ടി എന്നൊക്കെ അവിടെ ആ ദേവകി ദേവി അവിടുന്ന് പറഞ്ഞു. അത് തന്നെയല്ല, ത്വയാ ദൈവ നിസൃഷ്ടേന. അപ്പം ഇതൊക്കെ ഈശ്വരേച്ഛ കൊണ്ട് സംഭവിച്ചാണ് ഏട്ടന് വന്നതായിട്ടുള്ള ഈ ഒരു പ്രാരബ്ധം. ആ ഏട്ടന്റെ പ്രാരബ്ധം കൊണ്ടാണ് കുട്ടികളെ കൊന്നതെന്നുള്ളത് എനിക്കറിയാം. അവിടുത്തെ ആ ഒരു മരണഭയം കൊണ്ടാണ്. പക്ഷേ ഇത് ഒരിക്കലും അവിടത്തേക്ക് ദോഷമായിട്ട് വരില്ല എന്ന് അവിടുന്ന് ദീനം ദീനം നന്വഹം ദേഹവരജ ദീനാ ഹതസുതാ പ്രബോധാതു മരിഹസിമന്തായ അങ്കേ മാം ചരമാം പ്രജാം. ദീനം ദീനം വിലപിച്ചുകൊണ്ട് ആ കംസന്റെ കാലിൽ വീണപേക്ഷിച്ചു. മറ്റ് ശിശുക്കളെയൊക്കെ കൊന്നതൊക്കെ അങ്ങയുടെ പ്രാരബ്ധമാണെന്നും ഈശ്വരേച്ഛയാണെന്നും ഒക്കെ പറഞ്ഞ് ആ കംസന്റെ ദുഷ്ടത ഒരിക്കലും അല്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് പല രീതിയിലും ആ ദേവകി ദേവി കംസന്റെ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഏട്ടാ അതുകൊണ്ട് ഒരു ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്തായാലും അതൊന്നും ദേവകി പുത്രിയോട് മാറോട് അണച്ചങ്ങോട്ട് പിടിച്ചു. അരുതേ അരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ദീനം ദീനം അവിടുന്ന് വിലപിച്ചു. പക്ഷേ കംസൻ അവളെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒന്ന് ആക്ഷേപിച്ചുകൊണ്ട് ആ ശിശുവിനെ അവളിൽ നിന്നും തട്ടിയെടുത്തു. ജനിച്ച ഉടനെ തന്നെ തൻ്റെ മരുമകളായിട്ടുള്ള ആ ഒരു ചോരക്കുഞ്ഞിന്റെ 2 കാലും പിടിച്ച് യാതൊരു നിഷ്കരണം ആ പാറക്കല്ലിലേക്ക് അടിക്കുവാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് ആ കംസന്റെ കയ്യിൽ നിന്നും വഴുതി പോയിക്കൊണ്ട് എല്ലാ ദിവ്യസ്രഗംബരാലേപരത്നാഭരണഭൂഷിത ധനുശൂലേഷു ചർമാസി ശംഖചക്രഗദാധര.
തദ്ധസ്ഥാൻ സമുൽപത്യ സദ്യോ ദേവ്യംബരം ഗത. ആകാശത്തിലേക്ക് ഉയർന്നു ആ കുട്ടി. അവിടെ ചെന്നിട്ടോ അദൃശ്യതാനുജാബ വിഷ്ണോ സായുധാഷ്ടമഹാഭുജ. ആ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ പത്നിയായിട്ടുള്ള അല്ല സഹോദരിയായിട്ടുള്ള പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി. സഹസ്രനാമത്തിൽ നമ്മൾ പറയാറുണ്ട് അല്ലെ, ഭഗവാന്റെ സഹോദരിയായിട്ടുള്ള ആ വിഷ്ണുമായ അവിടുന്ന് ആ ആകാശത്ത് നിന്നും ആ കംസന് ദർശനത്തെ കൊടുത്തു. എങ്ങനെയാണ് ദർശനത്തെ കൊടുത്തത്? ദിവ്യസ്രഗംബരാലേ പരത്നാഭരണഭൂഷിത. പല വിധത്തിലുള്ള പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ടും ദിവ്യാസ്ത്ര അംബരാലേപ, അവിടെ പല കുറിക്കൂട്ടുകളൊക്കെ ധരിച്ചുകൊണ്ട് 8 കൈകളോടുകൂടി ആയുധങ്ങളോട് കൂടിയിട്ട് ധനു, ശൂലം, ശരം, അതുപോലെ തന്നെ പരിച, വാള്, ശംഖം, ചക്രം, ഗദ തുടങ്ങിയതായിട്ടുള്ള 8 ആയുധങ്ങളോടുകൂടി കൊണ്ടതാ ആ ഭഗവതി അവിടെ എല്ലാവരുടെയും സ്തുതികളെ സിദ്ധചാരണ ഗന്ധർവ അപ്സര കിന്നരോരഗൈഹി ഉപാഹൃതോ ഒരു ബലിഭി സ്തൂയമാനേതമബ്രവീൽ. അവിടെ സിദ്ധന്മാര്, ചാരണന്മാര്, അതുപോലെ തന്നെ അപ്സരസുകള്, കിന്നരന്മാര്, ഉരഗൈഹി നാഗദേവതകള്, ഇവരെല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഭഗവതി അവിടെ ഉദിച്ചു വന്നു. എന്നിട്ട് ഭഗവതി കംസനോട് പറഞ്ഞു, അല്ലയോ ബുദ്ധിഹീനായിട്ടുള്ള ഹേ കംസ, നീ എന്നെ നിഗ്രഹിച്ചുകൊണ്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? കിം മയാഹതയാമന്ത ജാതഖലു തവാന്തകൾ. ഇവിടെ നിന്റെ അന്തകൻ ഇവിടെ ജനിച്ചിട്ടുണ്ട്. ഇവിടെ എത്ര ക്വവ, എവിടെയാണോ പൂർവശത്രു, നിന്റെ പൂർവശത്രുവായിട്ടുള്ള നീ കാൽനേമിനി ആയിരിക്കുന്ന സമയത്ത് നിന്നെ നിഗ്രഹിച്ചതായിട്ടുള്ള ആ മഹാവിഷ്ണു ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. ഹിംസി കൃപണാൻ വൃഥ. നിനക്ക് ഒരു കൃപയുമില്ലാതെ അല്ലെങ്കിൽ ഈ ദയ അർഹിക്കുന്നവരായിട്ടുള്ള ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ നിഗ്രഹിക്കുന്നതിൽ എന്തർത്ഥമാണ് ഇരിക്കുന്നത്? അവിടെ നിന്റെ അന്തകൻ ഇവിടെ ജനിച്ചിട്ടുണ്ട് ഭൂമിയിൽ. എവിടെയാണെന്നൊന്നും അവിടെ പറയുന്നില്ല. എവിടെയെങ്കിലും, എവിടെയോ, എങ്ങോ അല്ലെ, എത്ര ക്വവാ, എവിടെയോ നിന്റെ അന്തകൻ ജനിച്ചിട്ടുണ്ട്. അതിന് പകരം നീ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളെ നിഗ്രഹിക്കുന്നത് എത്ര കണ്ട് ദുഷ്ടതരമാണ്. പറഞ്ഞുകൊണ്ട് ഇതം പ്രഭാഷസ്യതം ദേവീമായ ഭഗവതി ഭുവി ബഹുനാമനികേദേശു ബഹുനാമാ ബഭൂവഹ. ജനങ്ങള് ആ ദേവിയാണ് പിന്നീട് ഭൂമിയിൽ അനേകം ക്ഷേത്രങ്ങളില് വ്യത്യസ്തര നാമധേയങ്ങളിലൂടെ പ്രതിഷ്ഠിച്ച് അവിടെ ഭദ്രകാളി എന്നും പാർവതി ദേവി എന്നും ഉമ എന്നും അല്ലെങ്കിൽ ഭഗവതി എന്നും ഇങ്ങനെ പല പേരുകളില് ഓരോരോ ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിച്ച് ആരാധിച്ച് അവിടെ പോന്നു എന്നർത്ഥം. അപ്പം ദേവാസുര യുദ്ധത്തില് പണ്ട് കാൽനേമിനി ആയിരുന്ന സമയത്ത് നിഗ്രഹിച്ചതായിട്ടുള്ള ആ മഹാവിഷ്ണു ജനിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു വിവരമാണ് അവിടെ ആ കംസന് അവിടെ പറഞ്ഞു മനസ്സിലാക്കിയതെന്ന് പറയുന്നത്. ഇതോടുകൂടിയാണ് യഥാർത്ഥത്തില് ഈ ഒരു സംഭവത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ദേവീ ക്ഷേത്രങ്ങളുടെ ഉൽപ്പത്തി എന്ന് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ദുർഗ, ഭദ്രകാളി, ചണ്ഡിക, അല്ലെ, പാർവതി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല നാമങ്ങളോട് കൂടിയിട്ടുള്ള ആ ഭഗവതിയുടെ ആരാധന, ആ മായാദേവിയുടെ ഈ ഒരു അവതാരം ലോകരുടെ ആകമാനം എക്കാലമുള്ള ഒരു ശ്രേയസിനെ വളർത്തുവാൻ വേണ്ടിയിട്ടായി, ലക്ഷ്യമായി. ഇതൊക്കെയാണ് ഓരോരോ അവസരങ്ങളിലൂടെ ഭഗവാന്റെയും ഭഗവതിയുടെയൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുക. അതായത് ലോകത്തിലെ ദേവീ ക്ഷേത്രങ്ങൾക്കാണ് ഇന്നും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് നമുക്ക് അറിയാം. അപ്പം ഈ ദേവിയുടെ സാന്നിധ്യമുള്ള 108 തീർത്ഥങ്ങള് മത്സ്യപുരാണത്തിലൊക്കെ വിസ്തരിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെ അത് തന്നെയല്ല, ഇനി നമുക്ക് ദേവി മഹാത്മ്യം നോക്കിയാൽ അറിയാൻ സാധിക്കും അല്ലെ. അവിടെ എന്താണ്? വൈവസ്വതേന്ദരേ പ്രാപ്തേ അഷ്ടാവിംശതിമേ യുഗേ ശുംഭോ നിശുംഭശ്ചൈവാന്യാവുൽപത്സ്യേതേ മഹാസുരോ നന്ദഗോപകുലേ ജാതാ യശോദാ ഗർഭസംഭവ തതസ്ഥോ നാശയിഷ്യാമി വിന്ധ്യാചല നിവാസിനി. ആ നാരായണീ സ്തുതിയില് ദേവി മഹാത്മ്യത്തില് പറയുന്നുണ്ട്, ഈ കാലത്ത് മറ്റൊരു ശുംഭനും നിശുംഭനും ഉണ്ടാകുമെന്നും താൻ അല്ലെ ഭഗവതി
നന്ദഗോപരുടെ പുത്രിയായിക്കൊണ്ട് ജനിച്ച വിന്ധ്യാപർവ്വത പ്രാന്തം ആവാസകേന്ദ്രമാക്കിക്കൊണ്ട് അവരെ ഒക്കെ നിഗ്രഹിക്കുമെന്നും ഒക്കെ നമുക്ക് ദേവീ മഹാത്മ്യത്തിലൂടെയൊക്കെ അവിടെ കാണാൻ സാധിക്കും. എന്തായാലും ആ ഭഗവതി അത് പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും അന്തർധാനം ചെയ്തു. ലോകമാതാവായിട്ടുള്ള ആ ജഗദംബയുടെ പാദസ്പരിശം അല്ലെ, ആ മകളെ 2 കാലുകളും കൂട്ടി പിടിച്ചുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു മനഃശുദ്ധി ആ കംസന്റെ ഉള്ളിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയാണ്. കംസൻ അത്ഭുത പരതന്ത്രനായിട്ട് നേരെ ആ ദേവകി വസുദേവന്മാരുടെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ എന്തൊരു വിഡ്ഢിത്തമാണ് കാണിച്ചത്. കാരണം അന്തകൻ ഇവിടെ ജനിച്ചു എന്നുള്ള ഒരു സത്യത്തെ ദേവിയിൽ നിന്നും അവിടുന്ന് മനസ്സിലാക്കി. അതാണ് ചരണമുകളമമ്പായാം. നമുക്ക് ഏതെങ്കിലുമൊക്കെ ആപത്തുകൾ വന്നു കഴിഞ്ഞാല് അമ്മയുടെ കാല് പിടിച്ചാൽ മതി എന്നിവിടെ പറയുന്നു അല്ലെ. ഇവിടെ ഈ മരണഭയത്തെ പേടിച്ച് നടക്കുന്നതായിട്ടുള്ള ഈ കംസൻ അറിയാതെ പോലും തന്റെ കൈകള് ആ അമ്മയുടെ ചരണത്തിലേക്ക് പിടിച്ചതോടുകൂടി എല്ലാം കൊണ്ടും തന്റെ ഉള്ളിൽ ഒന്ന് തൊട്ടതേ ഉള്ളൂ. അവിടെ ആ അമ്മയുടെ ഒരു സ്പരിശം കൊണ്ട് തന്നെ തന്റെ മനസ്സിന്റെ എല്ലാ മാലിന്യങ്ങളെയും കുറച്ചു നേരത്തേക്കാണെങ്കിലും അവിടുന്ന് ഇല്ലാണ്ടായി. ഭാവശുദ്ധി വന്നോടെ നേരെ ദേവകി വസുദേവന്മാരുടെ അടുത്തേക്ക് നിന്നു. കാരാഗ്രഹത്തിൽ നിന്നും അവരെ മോചിപ്പിച്ച് നേരെ തൊഴുതു നിന്നുകൊണ്ട് പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, കംസൻ തൊഴുതു നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ് ജഗദംബയുടെ അനുഗ്രഹം, അമ്മയുടെ വാത്സല്യം എന്ന് പറയുന്നതാണ്. അവിടെ തൊഴുതു നിന്നുകൊണ്ട് പറഞ്ഞു, തയാഭിഹിതമാകർണ്യ കംസ പരമവിസ്മിത ദേവകീം വസുദേവം വിമുച്യ പ്രശ്രിതോ ബ്രവീൽ. പ്രശ്രിത എന്ന് പറഞ്ഞാൽ വിനയാന്വിതനായിക്കൊണ്ട് അവിടെ പറഞ്ഞു, അഹോ ഭഗിന്യ അഹോ ഭാമ മയാവാത്മന പുരുഷാദ ഇവാപത്യം ബഹവോ ഹിംസിതാ സുതാഹ. അല്ലയോ ഹേ സഹോദരി, അതുപോലെ തന്നെ ഭാമ സഹോദരിയുടെ ഭർത്താവായിട്ടുള്ള ഹേ വസുദേവരെ, ഈ പാപിയായിട്ടുള്ള ഞാൻ നിങ്ങളുടെ കുറെ മക്കളെ ഞാൻ കൊന്നു. അവരൊക്കെ എൻ്റെ ശരിക്ക് മരുമക്കളാണ് യഥാർത്ഥത്തില്. പക്ഷെ ആ കൃത്യം രാക്ഷസന്മാരെങ്ങനെയാണോ തന്റെ സ്വന്തം സന്താനങ്ങളെയൊക്കെ അല്ലെ നിഗ്രഹിച്ച് ഭക്ഷിക്കുന്നത് പോലെ തന്നെ, നരഭോജികളായിട്ട് മാറുന്നത് പോലെ തന്നെ ഞാൻ ചെയ്ത ആ ഒരു പ്രവൃത്തിയിൽ ഞാൻ വല്ലാണ്ട് ഇന്നിപ്പോ വിഷമിക്കുന്നു. അതുകൊണ്ട് ഒരു ലേശമെങ്കിലും കാരുണ്യമോ ഒരു ബന്ധുസ്നേഹമോ എനിക്ക് കാണിക്കാൻ അവിടെ സാധിച്ചില്ല. എൻ്റെ ഇരുട്ടില് ഞാൻ തപ്പി നടന്നതായിട്ടുള്ള എൻ്റെ ജീവനെ പേടിച്ചുകൊണ്ട് ഞാൻ എല്ലാം മറന്നുകൊണ്ട് ഞാൻ അവിടത്തേക്ക് ഇങ്ങനെ ഒരു കൃത്യം എനിക്ക് ചെയ്യാൻ സാധിച്ചല്ലോ. അതുകൊണ്ട് ഇന്നിപ്പോ ഒരു ബ്രഹ്മഹത്യ ചെയ്തവനെ പോലെ ഞാൻ ഇന്ന് ജീവച്ഛവമായിട്ട് ഗമിഷ്യാമി ബ്രഹ്മഹേവ മൃതശ്വസൻ. ഇതൊരു ജീവച്ഛവമാണ് ഞാൻ യഥാർത്ഥത്തിൽ. ഏത് നരകത്തിലേക്കാണോ എൻ്റെ ഗതി എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് മനുഷ്യര് അത് ഇവിടെ നോക്കുന്നു, ദൈവമപ്യനൃതം വക്രീനമർത്യായേവ കേവലം യദ്വിശ്രംഭാദഹം പാപ സ്വസുർനിഹതവാഞ്ചിശൂൻ. അവിടെ പറയുന്നു, മനുഷ്യര് മാത്രമല്ല ദേവന്മാർ പോലും നുണ പറയുന്ന ഒരു അവസ്ഥ. കാരണം ഞാൻ കേട്ട ആ അശരീരി, എന്താണ് ഞാൻ കേട്ടതായിട്ടുള്ള അശരീരി, അത് വെറും നുണയാണ് ഞാൻ കേട്ടത്. കാരണം എൻ്റെ അന്തകൻ നിങ്ങളിലല്ല വേറെ ജനിച്ചു എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞത്. എൻ്റെ അന്തകൻ ഇവിടെ ഭൂമിയിൽ ജനിച്ചു. യഥാർത്ഥത്തിൽ ഇവിടെ ദേവകി ദേവിയുടെ പുത്രനായിട്ട് അവിടെ ജനിച്ചു എന്ന് അവിടെ പറയുന്നില്ല. അപ്പൊ 8ാമത്തെ സന്താനം എന്നുള്ള രീതിയിൽ പറഞ്ഞതിനനുസരിച്ച് അല്ല, അതിനു മുമ്പ് തന്നെ നോക്കൂ, അശരീരി വന്നത് എന്താണ്? അബുദ, നിന്റെ സഹോദരിയായിട്ടുള്ള ദേവകിയുടെ 8ാമത്തെ പുത്രനാണ് കൊല്ലുന്നത് എങ്കിൽ അതുപോലും ഇന്ന് ദേവന്മാര് പോലും ഇന്ന് സത്യത്തെ നിരാകരിച്ചിരിക്കുന്നു, നുണ പറഞ്ഞു തുടങ്ങി. അത് വിശ്വസിച്ച് പാപിയായിട്ടുള്ള ഞാൻ എൻ്റെ സഹോദരിയുടെ സന്താനങ്ങളെയൊക്കെ കൊന്നുപോയി. അവരുടെ കർമ്മഫലം എന്ന് നമുക്ക് വിചാരിക്കാൻ സാധിക്കുള്ളൂ. നേരത്തെ ദേവകി ദേവി പറഞ്ഞു കൊടുത്തതായിട്ടുള്ള ഒരു ഉപദേശത്തിന് പകരമാണോ എന്നറിയില്ല അല്ലെ. ഇതൊക്കെ അവിടുത്തെ പ്രാരാബ്ധം കൊണ്ടും ഈശ്വരേച്ഛ കൊണ്ടും സംഭവിക്കുന്നതാണ് എങ്കിൽ അതുപോലെ തന്നെയാണ് ആ 6 കുട്ടികളുടെയും കർമ്മഫലം അനുസരിച്ചാണ് അവർക്ക് ഇങ്ങനെ ഒന്ന് എത്താനുള്ള സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് ഒരിക്കലും ദേവകി ദേവി ആരും തന്നെ ഒരുമിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് മരിക്കുകയോ ചെയ്യുന്നില്ല അവിടെ. അപ്പൊ ജീവികൾ അധികകാലം ഒന്നും ഒരുമിച്ച് ജീവിച്ചിരുന്നിരിക്കില്ല. അതും എന്താണ് യഥാർത്ഥത്തില് ഈശ്വരേച്ഛയാണെന്ന് അവിടുന്ന് മനസ്സിലാക്കുക.
ഇതൊക്കെ പ്രാരബ്ധ കർമ്മഫലം കൊണ്ടാണ് ഹേ ദേവകി ഇതൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് എന്നെ അവിടുന്ന് ഒരിക്കലും അവിശ്വസിക്കരുതേ എന്നുള്ള രീതിയിൽ ഇതാ ആ കംസൻ അവിടുന്ന് പറഞ്ഞു. പിന്നീട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഭുവി ഭൗമാനി, പിന്നെ പറഞ്ഞു ഭുവി ഭൗമാനി ഭൂതാനി യഥായാന്തി അപയാന്തി ച നായമാത്മാ തഥൈതേഷു വിപര്യേതി യഥൈവ ഭൂ. ഗംഭീരമായിട്ടുള്ള ഒരു വേദാന്ത തത്വം അവിടെ പറഞ്ഞു. എന്താണ്? ഭുവി ഭൗമാനി ഭൂതാനി. ഇവിടെ ഈ കളിമണ്ണ് കൊണ്ട് മൺപാത്രങ്ങളൊക്കെ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവ പല രീതിയിൽ പല ആകൃതിയിൽ നമ്മൾ ആ മൺപാത്രങ്ങളെയൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നു. ഈ മൺപാത്രങ്ങളൊക്കെ ഒരിക്കല് ഇതെല്ലാം ഉടഞ്ഞു കഴിഞ്ഞാൽ എന്താവും? അത് മണ്ണായിട്ട് തന്നെ തീരുന്നു. ആ മണ്ണ് ഒരിക്കലും നശിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ആകൃതി ഭേദം ഒന്ന് മാറ്റം വരുത്തുന്നു മാത്രമേ ഉള്ളൂ ഇവിടെ മണ്ണിന്റെ. അതുകൊണ്ട് ഈ തൻ്റെ ഉള്ളിൽ ഉള്ള ജീവാത്മാവ് എന്നുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ 6 കുട്ടികളുടെ ഉള്ളിലുള്ള ജീവാത്മാവിന് ഒരിക്കലും അതിനൊരു മാറ്റം ഉണ്ടാവുന്നില്ല. അവരൊക്കെ എന്താണ്? ഭൗതിക ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ പ്രവേശിക്കുമ്പം അതിന്റെ കാലയളവ് കഴിഞ്ഞാൽ ആ ശരീരം അവിടുന്ന് അവശേഷിക്കുന്നു. ഇങ്ങനെ ആത്മാവിന്റെ ഗതി ഈ ഒരു രീതിയിലാണെന്ന് മനസ്സിലാക്കാത്തവർക്കാണ് യഥാർത്ഥത്തില് ഞാനെന്നും അല്ലെങ്കിൽ അന്യനെന്നുമുള്ള ഈ ഒരു ഭേദബുദ്ധിയൊക്കെ ജനിക്കുന്നത് സഹോദരി. അതുകൊണ്ട് ഈ ഒരു പുത്രസ്നേഹം അല്ലെ, ആ പുത്രനോടുള്ള ആ ഒരു മമത അല്ലെങ്കിൽ വിയോഗ ദുഃഖം, ഇതൊക്കെ യഥാർത്ഥത്തില് ഭേദബുദ്ധി കൊണ്ട് ഉണ്ടാകുന്നതാണത്. അത് ഉള്ളിടത്തോളം കാലം, ഈ ഒരു ഭേദബുദ്ധി നമ്മുടെ ഉള്ളിടത്തോളം കാലം നമുക്ക് എന്താണ്? സംതൃതിർന്ന നിവർത്തതേ. ഈ സംസാര മോചനം നമുക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തസ്മാൽ ഭദ്രേ സ്വതനയാൻ പയാവ്യാപാദിതാനപി അനുശോച യത സർവ സുഹൃതം വിന്ദദേവശ. അതുകൊണ്ട് ഹേ ഭദ്രേ, ഹേ മംഗളശീലയായിട്ടുള്ള ദേവകീ ദേവി, അതുകൊണ്ട് ഈ നിഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള സ്വന്തം പുത്രന്മാരെ കുറിച്ചും ഒരിക്കലും അവിടുന്ന് അനുശോച, ഒരിക്കലും അനുശോച, അവിടുന്ന് വ്യസനിക്കരുതേ. അതുകൊണ്ട് ദേവകിയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. കൊല്ലുന്നവൻ എങ്ങനെ 2 പ്രകാരം ചിന്തിക്കുന്നു എന്ന് അവിടെ ആത്മദൃഷ്ടിയില്ല. അതുകൊണ്ട് ഭേദബുദ്ധിയാണ് ഇതിനൊക്കെ അവലംബം. ആരും അറിഞ്ഞോണ്ടല്ല ആരെയും നിഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അവിടെ തൻ്റെ ഉണ്ടാകുന്നതായിട്ടുള്ള ബുദ്ധിഭേദങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്നതാണ് എല്ലാം. അതെ, ഈ കൊല്ലൽ തന്നെയല്ല, ആത്മഹത്യയുള്ളത് അങ്ങനെയല്ലേ. അപ്പൊ ഇതൊക്കെ അവിടുന്ന് അതേ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമധ്വം മമദൗരാത്മ്യം സാധവോ ദീനവത്സലാഹ ഇത്യുക്താശ്രുമുഖപാദോശ്യാല സസ്വസ്രോരഥാഗ്രഹീ. അവിടെ പറഞ്ഞു, സത്തുക്കള് അല്ലെങ്കിൽ ദീനരില് കൃപയുള്ളവരാണ് യഥാർത്ഥത്തില് അവിടുന്ന് ഒക്കെ. അപ്പം അങ്ങനെ എന്റെ ഈ ഒരു ക്രൂരത അവിടുന്ന് പൊറുക്കണേ എന്ന് വസ്തുവരോടുമായിട്ടും പ്രത്യേകം എടുത്തു പറഞ്ഞു. അവിടുന്ന് കണ്ണീരിൽ കുതിർന്നതായിട്ടുള്ള ദുഃഖത്തോടും കൂടി ആ പത്നി സഹോദരനായിട്ടുള്ള കംസൻ ആ സഹോദരിയുടെയും അല്ല അവളുടെ ഭർത്താവിന്റെയും പാദങ്ങളെ കാൽക്കൽ അങ്ങോട്ട് വീണ് കെട്ടിപ്പിടിച്ച് അവിടുന്ന് അങ്ങോട്ട് ക്ഷമ ചോദിച്ചു. അവിടുന്ന് ക്ഷമധ്വം മമദൗരാത്മ്യം, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കംസൻ അവരുടെ കാല് പിടിച്ചു. എന്തായാലും ആ ദിവ്യ കന്യകയായിട്ടുള്ള അല്ലെങ്കിൽ ആ അമ്മ സാക്ഷാൽ ജഗദീശ്വരി അവിടുന്ന് പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് അശരീരി നുണയാണെന്ന് ഉറച്ചതായിട്ടുള്ള കംസൻ തൻ്റെ ബന്ധുഭാവം സുദൃഢമാക്കുമാറ് അവരെ വിലങ്ങ് ചങ്ങലിൽ നിന്നൊക്കെ അവിടുന്ന് വിമുക്തമാക്കി. കംസന തൻ്റെ ചെയ്തു പോയതായിട്ടുള്ള കുറ്റബോധം അല്ലെങ്കിൽ ആ പശ്ചാത്താപം ഫിനിഷനായിക്കൊണ്ട് ദേവകി വസുദേവന്മാര് അവരോടുള്ള കോപമൊക്കെ എല്ലാം തീർന്ന് കംസൻ അപരാധം അവിടുന്ന് പുറത്തു. എന്തായാലും വസുദേവര് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കംസ ഏവമേതന്മഹാഭാഗ യഥാ വദസി ദേഹിനാം ജ്ഞാനപ്രഭവാഹം ധീ സ്വപരേതി പിതായത. സൗഭാഗ്യമായിട്ടുള്ള ഭാഗ്യവാനായിട്ടുള്ള കംസ, അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ്. യഥാർത്ഥത്തില് തൻ്റേതെന്നോ അന്യന്റേതെന്നുള്ള ഒരു
ഭേദബുദ്ധിയാണ്. ഭേദബുദ്ധി എന്നും നമ്മളുടെ അജ്ഞാനമാകുന്ന ഇരുട്ടാണത്. അപ്പം അങ്ങനെയുള്ള ഒരു സമ്യക്കാവുന്ന ഒരു ജ്ഞാനമില്ലാത്ത അവ്യകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശോകം, സന്തോഷം, ഭയം, കോപം, അത്യാഗ്രഹം, അവിവേകം ഇങ്ങനെയുള്ള പല വികാരങ്ങൾക്ക് വശംവദരായിട്ട് വരും. അവിടെ ഇങ്ങനെ വശംവദരായിട്ട് വരുന്ന സമയത്താണ് അവിടെ കലഹത്തിന് കാരണമാകുന്നത്. ശോകഹർഷ ഭയ ദ്വേഷ ലോഭ മോഹമത അന്വിതാഹ മിഥോഘ്നന്തം ന പശ്യന്തി ഭാവീർഭാവം പൃഥഗ്ദൃശ. അപ്പം ഈ കലഹത്തിന് കാരണമാകുന്നതായിട്ടുള്ള ഈ വികാരങ്ങൾക്ക് ഒക്കെ കാരണം എന്താണ്? ഈ ഒരു അജ്ഞാനമാണ് യഥാർത്ഥത്തിൽ, ഈ ഒരു ഭേദബുദ്ധിയാണത്. അതൊക്കെ യഥാർത്ഥത്തില് ഈശ്വരന്റെ ഒരു മായയാണ്. ഭാവം പൃഥഗ്ദൃശ. ഇതൊക്കെ ഒരു ഭഗവാന്റെ മായ ആണ് എന്നുള്ള ഒരു വൈഭവമാണെന്നുള്ളത് അറിയുന്നില്ല. അപ്പം ഇപ്പോ മിഥ്യയാണെന്ന് ബോധ്യപ്പെട്ടതായിട്ടുള്ള ആ ഒരു അശരീരി വാക്ക് കംസനെ ഇത്രത്തോളം അധപ്പതിച്ചിട്ടുണ്ട് എങ്കിൽ മേലിൽ ഇനി സൂക്ഷിക്കൂ എന്ന് കംസനോട് ഉപദേശിക്കുകയാണ് എന്നുള്ളതാണ് അവിടെ ആ വസുദേവരുടെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ശ്രീശുബ്രഹ്മർഷി പറഞ്ഞു, കംസ ഏവം പ്രസന്നാഭ്യാം വിശുദ്ധം പ്രതിഭാഷിത ദേവകി വസുദേവാഭ്യാം അനുജ്ഞാതോ വിശഗൃഹം. കംസന്റെ വാക്കുകളിലൊക്കെ തൃപ്തരായിട്ടുള്ള ദേവകി വസുദേവരെ സംബന്ധിച്ചിടത്തോളം തൃപ്തിയൊന്നുമില്ല. കാരണം ആസുരീക ബുദ്ധിയുള്ള കംസനെ ഒരിക്കലും അവിടുന്ന് തന്റെ ബുദ്ധിക്ക് അനുസരിച്ചുകൊണ്ട് അവിടുന്ന് വിശ്വസിക്കാറില്ല. പിന്നെയോ അത് തന്നെയല്ല, വിശ്വസിക്കാറില്ല എന്നുള്ളതല്ല, ഈ ഒരു സമഭാവനയിൽ തന്നെ നിർത്തുമെന്നർത്ഥം. ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നർത്ഥം. നേരത്തെ പറഞ്ഞതുപോലെ കംസൻ പറഞ്ഞതായിട്ടുള്ള വാക്കുകളെ യാഥാർത്ഥ്യമായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ് വസുദേവര്. എന്തായാലും കംസൻ അവരോട് യാത്ര പറഞ്ഞ് തന്റെ സ്വന്തം ഗൃഹത്തിലേക്ക് യാത്രയായി. അന്നത്തെ ആ രാത്രി കഴിഞ്ഞ ശേഷം പിറ്റേന്നാൾ കംസൻ തന്റെ മന്ത്രിമാരെയൊക്കെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, യോഗമായ പറഞ്ഞതെല്ലാം അവരെ അറിയിച്ചു. ഏവം ആകർണ്യ ഭർത്തുർഗതിതം തമോജോർ ദേവശത്രവ ദേവാൻ പ്രതികൃത മനുഷ്യ ദൈതേയ നാഥികോവിദാഹ. ആരാണോ ദേവന്മാരോട് ശത്രുത്വം പുലർത്തുന്നതും അതുപോലെ വകതിരിവ് കുറഞ്ഞവരുമായിട്ടുള്ള അസുരന്മാര് അപ്പൊ തങ്ങളുടെ യജമാനന്റെ ആ വാക്കുകളെയൊക്കെ കേട്ട് അവരോട് പറഞ്ഞു, എന്താണ്, ഇനി അന്തകനായിട്ടുള്ള വിഷ്ണു ഇവിടെ ജനിച്ചിട്ടുണ്ട്. ആ വിഷ്ണുവിനെ നിഗ്രഹിക്കുവാൻ വേണ്ടി ആ വിഷ്ണുവിന്റെ ചൈതന്യം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളെയും ഇവിടെ ഇല്ലാണ്ടാക്കുകയാണ് വേണ്ടത്. അവര് രോഷാകുലരായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഏവം ചേതരിഹി ഭോജേന്ദ്രപുര ഗ്രാമപ്രജാതിഷു അനിർദ്ദശാൻ നിർദ്ദശാംശഹനിഷ്യാമോദ്യ വൈ ശിശു. ഹേ ഭോജരാജാവേ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടുത്തെ പുരങ്ങളും ഗ്രാമങ്ങളും അതുപോലെ വ്രജങ്ങള് ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും, നഗരങ്ങള്, ഗ്രാമങ്ങള്, പിന്നീട് തെരുവുകള് ഒക്കെ അവിടെ അതിലൊക്കെ അന്വേഷിച്ച് ചെന്ന് ഇന്നേക്ക് എന്താണ് ഹനിഷ്യാമോ ഒദ്യവൈ ശിശൂൻ അനിർദ്ദശാം നിർദ്ദശാംശ്ച. അതായത് പ്രസവിച്ച് ഏകദേശം ഒരു 10 നാൾ കഴിയാത്തവരായിട്ടുള്ള നിർദ്ദശാംശ്ച 10 ദിവസം കഴിയാത്തവരായിട്ടുള്ള ശിശുക്കളെ എല്ലാം നിഗ്രഹിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നിഗ്രഹിക്കാം എന്നവർ തീരുമാനം എടുത്തുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് കിമുദ്യമേ കരിഷ്യന്തി ദേവ സമരഭീരവ നിത്യമുഗ്ദിഗ്ന മനസ്സോ യാഘോഷേർ ധനുഷസ്തവ. യുദ്ധഭയം ഉള്ളവരും അതുപോലെ തന്നെ അങ്ങയുടെ ഈ വില്ലിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള ജ്ഞാനൊലികളാൽ നിത്യം എപ്പോഴും ആ ഹൃദയം വിറച്ചു കഴിയുന്നതുമായിട്ടുള്ള ദേവന്മാരെ ആ ദേവന്മാര് അവര് തന്നെ ശത്രുത്വം വെച്ചുകൊണ്ട് പുലർത്തുന്നതൊന്നും എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർ കംസന്റെ ശത്രു എവിടെയോ ഭൂജാതനായെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് രോഷാകുലരായിക്കൊണ്ട് എല്ലായിടങ്ങളിലേക്കും പോകാൻ തയ്യാറായി. അവര് അങ്ങയുടെ ഈ ഒരു വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങള് ദേവന്മാര് ഇനി നമ്മളുടെ ഈ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നിലവിളിച്ച് കൈകൂപ്പും. അങ്ങയുടെ ഒരു ശബ്ദം കേട്ടാൽ പോലും
അതുപോലെ തന്നെ എല്ലാവരും ആ പോർച്ചട്ടയും തലപ്പാവും താഴെ വെച്ച് ആയുധം വെച്ച് അവിടെ കീഴടങ്ങും. ഇങ്ങനെ കംസനും അതുപോലെ പരിവാരങ്ങളെല്ലാം ഒരു അസുരന്മാരാണെന്ന് ആണ്. എന്നാൽ ധരിച്ചിരിക്കുന്ന എന്താണ്? മനുഷ്യന്റെ തോലാണെങ്കിൽ പോലും ആസുരീകമായിട്ടുള്ള ഒരു ഭാവത്തിലുള്ള ആൾക്കാരാണ് ഈ കംസന്റെ ആൾക്കാർ മുഴുവൻ. എന്തായാലും അവിടെ പറഞ്ഞു, നത്വം വിസ്മൃത ശസ്ത്രാസ്ത്രാൻ വിരഥാൻ ഭയസംവൃതാൻ ഹംസിന്യാസക്ത വിമുഖാൻ ഭഗ്നജാപാന യുദ്ധ്യത. അവിടെ യുദ്ധത്തില് പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. അവിടെ ധർമ്മയുദ്ധം മാത്രം ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിലുള്ള യോദ്ധാക്കള്. അപ്പം അവിടെ അമാത്യന്മാർ കംസനെ ഗംഭീരമായിട്ട് അവിടുന്ന് പ്രശംസിക്കുകയാണ്. ധർമ്മയുദ്ധം മാത്രം നമ്മൾ നടത്തിയാൽ മതി എന്നുള്ള രീതിയിൽ. ആയുധപ്രയോഗം മറന്നവരോ അല്ലെ, വിസ്മൃത ശസ്ത്രാസ്ത്രാൻ, പിന്നെയോ വിരഥാൻ, രഥം നഷ്ടപ്പെട്ടവര്, ഭയസംവൃതാൻ, ഭയന്ന് ക്ഷമ ചോദിക്കുന്നവര്, പിന്നെയോ ഹംസന്യാസക്ത വിമുഖാൻ, മറ്റൊരാളോട് യുദ്ധം ചെയ്യുന്നവരും യുദ്ധത്തിൽ പിന്തിരിഞ്ഞ് ഓടുന്നവരും വില്ലൊടിഞ്ഞവരും ഇങ്ങോട്ട് യുദ്ധത്തിന് ഒരുങ്ങാത്തവരും. നമ്മള് ആതതായി എന്നുള്ളൊരു സ്വഭാവം കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ശത്രുക്കളെ അങ്ങ് ഒരിക്കലും നിഗ്രഹിക്കാറില്ല എന്ന് കംസനെ കുറിച്ച് അവിടുന്ന് ഒന്ന് വിശേഷപ്പെട്ട അവിടുന്ന് പറഞ്ഞു. അവിടെ അതുകൊണ്ട് കിം ക്ഷേമശൂരൈർവിബുധൈരസംയുഗ വിഗദ്ധനൈഹി രഹോജുഷാ കിം ഹരിണാ ശംഭുനാ വാവനൗകസ കിമിന്ദ്രേണാൽപവീര്യേണ ബ്രഹ്മണാ വാ തപസ്യത. ദേവന്മാരുടെ സ്വഭാവം ഒരു ഭീരുത്വത്തിന് കാരണമാകുന്നതാണ്. അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ടതേ ഇല്ല എന്ന് അവിടുന്ന് സമർത്ഥിക്കുകയാണ്. ഒന്നും ഭയപ്പെടാൻ ഇല്ലാത്തിടത്ത് ഒരു ശൂരത അവിടെ കാണിക്കും. അതുകൊണ്ട് യുദ്ധമൊന്നും ഇല്ലാത്തപ്പോൾ വീരവാദമൊക്കെ മുഴക്കിക്കൊണ്ട് എന്നല്ലാതെ യുദ്ധക്കളത്തിൽ വരാൻ പോലും ഭയപ്പെടുന്നവരാണ് ദേവന്മാര്. ഇപ്പൊ മഹാവിഷ്ണു അസുരന്മാരെ ഭയന്ന് ഇപ്പോ ഒളിച്ചിരിപ്പാണ് യഥാർത്ഥത്തില്. അല്ലെങ്കിൽ ഭയപ്പെടുത്തി വേറെ എവിടെയോ രഹസ്യമായിട്ട് അല്ലെ ഇന്ന് ജനിച്ച് വളരുന്ന ഒരു ഭീരുവാണ് യഥാർത്ഥത്തില്. തഥാപി ദേവാ സാപജ്ഞാൻ ഓപേക്ഷ്യ ഇതി മന്മഹേ തതസ്തന്മൂലഖനനെ നിയുങ്ഷ്വാസ്മാനനുവ്രതാൻ. ശിവന്റെ കൈലാസത്തില് കൊടുങ്കാട്ടില് ആയിരിക്കും ചിലപ്പോൾ വസിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ദ്രന്റെ ശൗര്യം പെട്ടെന്ന് ശമിക്കും. ബ്രഹ്മാവാണെങ്കിലോ ബ്രഹ്മാവ് ഒരു കമണ്ഡലവും പിടിച്ചുകൊണ്ട് സദാ തപസ് ചെയ്യുന്ന ഒരാളാണ്. ഇത്തരക്കാരായിട്ടുള്ള ദേവന്മാരാൽ നമ്മളെ ഒന്നും ചെയ്യാനില്ല അവിടെ. അതുകൊണ്ട് എങ്കിലും അവര് അസുരന്മാരായിട്ടുള്ള നമ്മുടെ ആജന്മ വൈരികളായതുകൊണ്ട് വെറുതെ വിടാൻ സാധിക്കുകയില്ല. എന്തായാലും യുദ്ധത്തിൽ ജയിച്ചില്ലെങ്കിലും അവരെ ഒന്ന് ശല്യപ്പെടുത്തുകയെങ്കിലും വേണം എന്നുള്ള രീതിയിലൊക്കെ അവര് ആ ദേവന്മാരെ ഒന്ന് സമൂലം വകവരുത്തുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ട് അങ്ങ് ഞങ്ങളെ നിയോഗിച്ചാലും എന്ന് അസുരന്മാരൊക്കെ കൂടി ഇതാ പറഞ്ഞു. എന്തായാലും യഥാമയോങ്കേ സമുപേക്ഷിതോ നൃഭി ന ശക്യത്തെ രൂഢപതശ്ചികിത്സിതും യഥേന്ദ്രിയഗ്രാമോപേക്ഷിതസ്തധാരിപുർമഹാൻ ബദ്ധബലോ ന ചല്യത്തെ. ഇപ്പോഴത്തെ അവസ്ഥ നിരൂപിച്ചാല് അപകടകാരികളല്ലെങ്കിൽ പോലും ക്രമേണ ആയിക്കൂടാ എന്നുള്ളതില്ല. അപ്പം അതുകൊണ്ട് പറയുന്നു, എന്തെങ്കിലും ഒരു രോഗം പിടിപെട്ടാൽ പലരും എന്താണ് അത് ആദ്യം ആരംഭ ദശയിൽ തന്നെ അത് നിസ്സാരമാക്കി തള്ളും. അല്ലെ, ഒരു ചെറിയൊരു കുരു പൊട്ടിക്കഴിഞ്ഞാല് അത് കുഴപ്പമില്ല, സാരമില്ല എന്നങ്ങോട്ട് നമ്മളങ്ങ് പറയും. പക്ഷേ ആ രോഗം ക്രമേണ മൂർച്ഛിച്ച് ഇത് ചികിത്സിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ഗൗരവാവസ്ഥ ഉണ്ടാവും ഇവിടെ. അതുകൊണ്ട് ഈ നമ്മളുടെ ഇന്ദ്രിയ ചാബല്യം തുടക്കത്തിലെ തന്നെ എന്ത് ചെയ്യണം? അത് ഇല്ലാണ്ടാക്കിക്കൊണ്ട് ആ വിഷയാസക്തി അവിടെ നിന്നും നിയന്ത്രിക്കപ്പെട്ടുകൊണ്ട് വേണം. അപ്രകാരം തന്നെ ഈ ദുർബലന്മാരാണെന്ന് വെച്ചുകൊണ്ട് അവഗണിക്കപ്പെടുന്ന ശത്രു ആയിട്ട് കണക്കാക്കരുത് ദേവന്മാരെ. അതുകൊണ്ട് ക്രമേണ അവർക്ക് ബലം സ്വരൂപിച്ച് അവര് ശക്തിമത്തായി കൊണ്ടുവരും. അതുകൊണ്ട് ഇപ്പോ തന്നെ അവരുടെ കഥ കഴിക്കണം. അതിനു വേണ്ടിയിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണേ എന്ന് അവർ പറഞ്ഞു. മൂലം ഹി വിഷ്ണോദേവാനാം എത്ര ധർമ്മ സനാതന തസ്യ ബ്രഹ്മഗോ വിപ്രാസ്തപോ യജ്ഞാസ ദക്ഷിണാഹ. അപ്പം ഈ
വേദോക്തമായിട്ടുള്ള സനാതന ധർമ്മത്തിന്റെ മൂർത്തിമൽ ഭാവമാണ് ഈ ഭഗവാൻ എന്ന് പറയുന്നത്. കൃഷ്ണൻ എന്നുള്ളത് യഥാർത്ഥത്തില് സനാതന ധർമ്മത്തിന്റെ മൂർത്തിമൽ ഭാവമാണ്. ഇപ്പൊ ദേവന്മാരുടെ മൂലമായിട്ടുള്ള ആ വിഷ്ണു, ആ ധർമ്മത്തിന്റെ സ്ഥാനങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ വേദങ്ങള്, പശുക്കള്, ഇതൊക്കെ ധർമ്മത്തിന് ഇത് ഈ വിഷ്ണുവിന്റെ ചൈതന്യത്തെ ഉയർത്തുന്നതായിട്ടുള്ള അവസ്ഥകളാണ് എങ്കിൽ വേദങ്ങള്, അതുപോലെ പശുക്കള്, ബ്രാഹ്മണര്, തപസ്, യജ്ഞങ്ങള്, അതുകൊണ്ടൊക്കെ അതിനാല് എന്ത് ത്യാഗം സഹിച്ചും അടിയങ്ങള് ആ വേദജ്ഞരായിട്ടുള്ള ബ്രാഹ്മണര്, മഹർഷിമാര്, യാഗാദികൾ നടത്തുന്നവരായിട്ടുള്ളവര്, യജ്ഞത്തിന് ദ്രവ്യങ്ങള് കറന്നെടുക്കുന്നതായിട്ടുള്ള ഗോക്കള് എന്നിവയെല്ലാം അതിനെയൊക്കെ ഇന്ന് ഞങ്ങൾ വകവരുത്തിയിരിക്കും. ബ്രാഹ്മണര്, ഗോക്കള്, വേദങ്ങള്, തപസ്, സത്യം, ഇതെല്ലാം, അതുപോലെ ഇന്ദ്രിയ നിഗ്രഹണം, മനോനിയന്ത്രണം, വിശ്വാസം, കാരുണ്യം, സഹനശക്തി, യജ്ഞങ്ങള്, ഇതെല്ലാം കൂടി ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ എന്താണ്? അതാണ് യഥാർത്ഥത്തിൽ മഹാവിഷ്ണുവിന്റെ ശരീരം എന്ന് പറയുകയാണ് അവിടെ. അപ്പം ഭഗവാന്റെ ശരീരത്തെ ഓരോന്നായിട്ട് ഞങ്ങള് ഇല്ലാണ്ടാക്കും അവിടെ. ആ മഹാവിഷ്ണു എല്ലാ ദേവന്മാരുടെയും അധിപതിയാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് അസുരന്മാരുടെ ശത്രുവായിട്ടുള്ള സർവരുടെയും ഹൃദയാന്തർഭാഗത്ത് കുടികൊള്ളുന്നവനായിട്ടുള്ള ആ ബ്രഹ്മാവ്, ശിവൻ, മഹാദേവൻ, വിഷ്ണു, ഇവരെല്ലാവരും കൂടെ ചേർന്നതായിട്ടുള്ള ഇതിന്റെയൊക്കെ നാരായ വേരായിട്ടുള്ള ആ പരബ്രഹ്മ സ്വരൂപം അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹത്തെ നിഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട് ഋഷീശ്വരന്മാരെ ഒന്നടക്കം വധിക്കുക മാത്രമേ ഇനി ഒരു പോംവഴിയുള്ളൂ എന്ന് അവരിതാ പറഞ്ഞു. അതുകൊണ്ട് ദേവന്മാരെയും സൽക്കർമ്മങ്ങളെയും ഒക്കെ ഓരോന്നായിട്ട് നശിപ്പിക്കുവാൻ ഒരുങ്ങിയാൽ അത് വലിയൊരു സാഹസമാണ്. അതിന് എന്ത് വേണം? അതെല്ലാം ആരെയാണോ അവലംബിച്ചാണോ ഇതെല്ലാം നടക്കുന്നത്? ഈ തപസ്സായാലും ധ്യാനം, സത്യമായാലും, ഇന്ദ്രിയ നിഗ്രഹമായാലും, മനോനിഗ്രഹമാണെങ്കിലും, വിശ്വാസമാണെങ്കിലും, ഇതിനൊക്കെ ആധാരമായിട്ടുള്ള ഒരു മഹാവിഷ്ണു അല്ലേ? അവിടെ അതാണ് പറയുന്നത്, മൂലം ഹി വിഷ്ണോർ ദേവാനാം യത്ര ധർമ്മ സനാതന. അങ്ങനെയുള്ള ആ മൂലമായിട്ടുള്ള വേര്, ആ വേരിനെ നിഗ്രഹിക്കുകയാണ് വേണ്ടത്. അപ്പം ഇതെല്ലാം ആരെ അവലംബിച്ചാണോ ഇതൊക്കെ അയാളെ വധിക്കുകയാണ് വേണ്ടത്, പ്രായോഗികം. എന്നാൽ ആ വിഷ്ണുവും എളുപ്പം തന്നെ അവിടുന്ന് കണ്ടുപിടിക്കാൻ ആകുന്ന രീതിയല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരാധകരും വേദദ്രഷ്ടാക്കളുമായിട്ടുള്ള മഹർഷീശ്വരന്മാരെ ഒക്കെ ഒന്നടക്കം ഇല്ലാണ്ടാക്കുക. അപ്പോ വിഷ്ണുവിനും അതുപോലെ തന്നെ അവലംബിക്കുന്നതായിട്ടുള്ള ദേവാദികൾക്കൊന്നും ഒരിക്കലും പിന്നീട് നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അവരുടെ ഉപദേശം, അസുരന്മാരുടെ ആയിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തു. എന്തായാലും ആ ദുർബുദ്ധിയും ദുഷ്ടനും അതുപോലെ തന്നെ കാലപാശത്താൽ ഇന്ന് ചുറ്റപ്പെട്ടവനുമായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ കാലപാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് മരണം അല്ലെ, തലയ്ക്ക് പിടിച്ചതായിട്ടുള്ള ആള്, ആ മരണമുഹൂർത്തം ഇന്ന് കുറിക്കപ്പെട്ടവനായിട്ടുള്ള ആ കംസൻ തന്റെ ദുർമന്ത്രിമാരായിട്ടുള്ളവരോട് പ്രകാരം കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, സന്ദിശ്യ സാധുലോകസ്യ കഥനേ കഥനപ്രിയാൻ കാമരൂപധരാൻ ദിക്ഷുദാനവാൻ ഗൃഹമാവിശൽ. അന്യരെ ദുഃഖിപ്പിക്കുന്നതിലും പ്രിയരും അതുപോലെ തന്റെ ഇഷ്ടം പോലെ വേഷം മാറാൻ കഴിവുള്ളവരുമായിട്ടുള്ള ആ അസുരന്മാരെ നാനാദിക്കുകളിലുള്ള സജ്ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുവാൻ വേണ്ടി നിർദ്ദേശിച്ചുകൊണ്ട് ഗൃഹത്തിലേക്ക് പോയി. അവിടുന്ന് ബ്രാഹ്മണഹിംസ തന്നെ ഫലപ്രദം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അവിടെ എത്തി കംസൻ. എന്തായാലും തേവൈരജപ്രകൃതയസ്തമസാമൂഢചേതസ സതാം വിദ്വേഷമാചേരൂരാരാഗതമൃത്യവ. തമോ ഗുണത്തിൽ കലുഷമായിട്ടുള്ള രജോ ഗുണത്തോടു കൂടിയതായിട്ടുള്ള മന്ദബുദ്ധികൾ, അതുപോലെ തന്നെ ആസന്നമൂർത്തികളുമായിട്ടുള്ള ആ അസുരന്മാര് സജ്ജനങ്ങളെ ഉപദ്രവിക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവസാനം പറഞ്ഞു, ആയുശ്രിയം യശോധർമ്മം ലോകാനാശിഷയേവച ഹന്തിശ്രേയാംസി സർവാണി പുംസോ മഹദതിക്രമ. മനുഷ്യന്റെ ആയുസ്സായിക്കോട്ടെ, ഐശ്വര്യമായിക്കോട്ടെ, കീർത്തിയായിക്കോട്ടെ, പുണ്യമായിക്കോട്ടെ, ഈ ലോകത്തുള്ള ശ്രേയസ്സായിക്കോട്ടെ, ഇതൊക്കെ സർവ ഐശ്വര്യങ്ങളും അവിടെ അസ്തമിപ്പിക്കും. ഇതിനൊക്കെ ഒരു പ്രതിവിധി അവിടെ ഉണ്ടാകും എന്നും കൂടി അവിടെ സൂചിപ്പിച്ചു. അവസാനം വേദവ്യാസ മഹർഷി എഴുതിയതാണ്, ഇതിനൊക്കെ എന്തൊക്കെ പ്രവർത്തികൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടോ
എന്തൊക്കെ നീചപ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഫലവും അവിടെ സിദ്ധിച്ചിരിക്കും. അതുകൊണ്ട് ഈ ആയുസ് ആയിക്കോട്ടെ, ഐശ്വര്യമായിക്കോട്ടെ, കീർത്തി ആയിക്കോട്ടെ, പുണ്യമായിക്കോട്ടെ, ഇതൊന്നും നമ്മൾ നിശ്ചയിക്കുന്നത് പോലെ അല്ല. ഏത് സമയത്തും നമ്മളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ നോക്കൂ, ഇവിടെ ആ കംസന്റെ നാവിൽ നിന്നും അല്ലെ ഇത്ര എന്താ ദുർബുദ്ധിയും ദുഷ്ടനും ഒക്കെ ആയിട്ടുള്ള കംസന്റെ നാവിൽ നിന്നും വന്നു വേദാന്ത തത്വങ്ങള്. ആ സഹോദരിയായിട്ടുള്ള ദേവകീ ദേവിയെ സാന്ത്വനപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് തന്റെ ഉള്ളിൽ നിന്നും ആ ശുദ്ധമായിട്ടുള്ള ഒരു ഭാവം ഉള്ളിലേക്ക് കുറച്ചു നേരത്തേക്കാണെങ്കിലും വന്നു. അതുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കനുസരിച്ചുള്ള രീതിയിലായിരിക്കും തന്റെ ആയുസ്സും അതുപോലെ തന്നെ യശസ്സും ധർമ്മവും ഒക്കെ. അതൊക്കെ തന്റെ ലൗകികമായിട്ടുള്ള ലോകാൻ ആശിഷ ഏവച, തന്റെ ലോകത്തെ ബാധിച്ചുകൊണ്ടാണ് തനിക്കുണ്ടാകുന്നതായിട്ടുള്ള ആ ആയുസ്സും ധർമ്മവും യശസ്സും ഒക്കെ എന്ന് അവിടെ പറഞ്ഞുകൊണ്ട് സർവ ഐശ്വര്യങ്ങളും അവിടെ അസ്തമിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം, 4-ാമത്തെ അധ്യായം അവിടെ അവസാനിച്ചത്. പിന്നീട് നമ്മൾ ഇനി വീണ്ടും ആ ഗോകുലത്തിലേക്ക് അമ്പാടിയിലേക്കുള്ള യാത്ര ഒക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പൊ നമുക്ക് ആ പാരായണത്തിലേക്ക് പ്രവേശിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.